ഈശോ മരിക്കുന്നു, മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങുന്നു, പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ രക്ഷകനെ കാത്തിരുന്ന, മിശിഹായെ കാത്തിരുന്ന ആ ആളുകൾ ഉയർപ്പിക്കപ്പെടുന്നു. അവര് ഈ യേശുവിനെ, മിശിഹായ രക്ഷകനെ ഒരു ഗാനം ആലപിച്ച് സ്വാഗതം ചെയ്യുന്നു. മരിച്ചവർ ഉയർപ്പിക്കുന്നവനും സകലത്തിന്റെയും നാഥനുമായി ഈശോയെ സ്വാഗതം ചെയ്ത് ഗാനം ആലപിക്കുന്നു. ആ ഗാനമാണ് സർവാധിപനം കർത്താവേ എന്ന് തുടങ്ങുന്ന ഗാനം. സ്വാഗത ഗാനം, പ്രകാശഗീതം എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്, മതബഹഗീതം എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ദേവാലയവിരി തുറക്കുന്നു. അന്ന് സംഭവിച്ചതുപോലെ ആദം, ഹെനോക്ക്, നോഹ, അബ്രഹാം, മോശെ, ദാവീദ്, ഇങ്ങനെ സകല പഴയ നിയമത്തിലെ സകല വിശുദ്ധരോടും ചേർന്ന് നാം ഈശോയെ സ്വാഗതം ചെയ്ത് പാട്ടുപാടുകയാണ്. കൂടിയുണ്ട്. ഇത് നമ്മുടെ പൗരത്വ സഭയിൽ മാത്രം കാണുന്ന പ്രാർത്ഥനയാണ്, നമ്മുടെ തനത് ദൈവശാസ്ത്രം. മറ്റൊരു സഭയിലും കാണാത്ത ഒരു രീതിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എല്ലാവരും ഈശോയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, ഈ മരിച്ചവർ ഉയർപ്പിക്കുന്ന, ദേവാലയവിരി ഇങ്ങനെ തുറക്കുന്ന, സ്വർഗത്തിന്റെ വിരി തുറക്കുന്ന ആ മിശിഹായെ എതിരേറ്റ് നമ്മൾ നമിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഈശോയെ നമിക്കുമ്പോൾ അവിടെ ഇതാ ഒരാൾ ഇങ്ങനെ നമിക്കാണ്ട് നിൽക്കുന്നു. ആരാ? വൈദികൻ. ഏറ്റവും മുൻപ് നമിക്കേണ്ട ആള് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ഈശോയെ നമിക്കേണ്ട, നിങ്ങൾ എന്നെ നമിച്ചാൽ മതി എന്നുള്ള മട്ടില്. ഇനി ആ വൈദികൻ ചിലപ്പോൾ നമിക്കുന്നത് ജനങ്ങളെ നോക്കിയിട്ട്.